ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. പരമേശ്വര, ഒന്ന് അവിടം വരെ പോവാന്ന് പറഞ്ഞിട്ട് നീ സമ്മതിച്ചില്ലല്ലോ. പറ്റാവുന്നവരെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടമ്മേ. പിന്നെ നമ്മളെല്ലാവരും കൂടി അവിടെ ചെന്നിട്ട് എന്തിനാ? അവിടെ ചെന്ന് നിന്നാ ഇതിലും വലിയ നീറ്റലായിരിക്കില്ലേ? അവിടുന്ന് ആരൊക്കെ തിരിച്ചു വരുമെന്ന് വല്ല ഉറപ്പുണ്ടോ അമ്മയ്ക്ക്? വേണ്ടമ്മേ, പോണ്ട. അവിടെ ചെന്നാലും ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. എന്താ മോളെ, അവർക്ക് എന്താ പറഞ്ഞേ? അവർക്ക് ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ മുത്തശ്ശി. താഴെ പോയ ആരും ജീവനോട് കിട്ടിയിട്ടില്ല, താഴെ കൂടെ കാടാണെന്നൊക്കെ കേട്ടിട്ട് സഹിക്കാനാവാതെ ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു. പാവം എന്റെ ചേച്ചി എല്ലാ നേരവും കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നതന്നെ, എന്നിട്ട് കാത്തില്ലല്ലോ ആ പാവത്തിന്. പാപം ചെയ്തിട്ടുണ്ടോന്ന് ആർക്കറിയാം? കൽപ്പനെ മിണ്ടാതിരിക്കും. ഒരു ദുരന്തം ഉണ്ടായി എന്നത് സത്യോ. എല്ലാവരെയും പോലെ അവരെ തിരിച്ചു വരണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പറയേണ്ടത് പറയേണ്ട സമയത്ത് തന്നെ പറയണമല്ലോ. അല്ല, അവിടെ അത്ര ആൾക്കാരുണ്ടായിരുന്നല്ലോ, എന്നിട്ടെന്താ വരുൺ മാത്രം എടുത്തു ചാടിയത്? ഇവിടെ പലരും ചിലതിനൊക്കെ കണ്ണടച്ച് കൊടുക്കുന്നുണ്ട്. വരുണും രാധികയും തമ്മിൽ എന്തെങ്കിലും തെറ്റായ ബന്ധം ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് പോലും സഹിച്ചു കാണില്ല. മരവിച്ച് കുറെ ആളുകൾ ഇരിക്കുന്നതിന്റെ ഇടയില് നിന്റെ അസൂയ വിതയ്ക്കാൻ തീരുമാനിച്ചിരിക്കുക. നീ പറഞ്ഞല്ലോ ദുരന്തം സംഭവിച്ചുവെന്ന്. അതങ്ങനെ ആയിരിക്കല്ലേ എന്ന പ്രാർത്ഥനയോടെ കാത്തിരിക്കുക ഞങ്ങള്. നിനക്ക് നിന്നെ എതിർക്കുന്ന ഭർത്താവിന്റെ അനിയൻ പോയി എന്നുള്ള സന്തോഷം ഉള്ളില്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട മോന. ഇനി വരുണിനെ കുറിച്ചോ രാധികയെ കുറിച്ചോ ഒരക്ഷരം നീ മിണ്ടിയാൽ കേറി പൊടിയാത്ത്.